ആരുമില്ല, എല്ലാവരും കണ്ടിട്ടുള്ളതാണോ? ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എന്തിനാ ഉപയോഗിച്ചിട്ടുള്ളേ? ചുമയ്ക്ക്, ആവി പിടിക്കാൻ, ജലദോഷം കഫക്കെട്ടൊക്കെ വരുമ്പോൾ അല്ലേ? വെരി ഗുഡ്. അപ്പം അതിനെന്താണ് അതിനൊരു ഗുണം? മനസ്സിലായോ? അപ്പം നമ്മൾ ചെടികൾ ഫസ്റ്റ് നമുക്ക് ചെയ്യാവുന്ന ചെടികളിൽ നിന്നുള്ള ഔഷധങ്ങൾ നമ്മൾ ആദ്യം നോക്കണം. അതാണ് ഞാൻ ഈ തുളസിയുടെ കാര്യം പറഞ്ഞത്. ഈ തുളസി ഇട്ട് നമ്മൾ സാധാരണ വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട്. എന്തിനാണ്? കോവിഡൊക്കെ വന്നപ്പോൾ നമ്മളിങ്ങനെ വെള്ളം തിളപ്പിച്ചൊക്കെ കുടിക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു, ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് ശരീരത്തുണ്ടാകുന്നതിനെ കുറയ്ക്കുന്നു. പിന്നെ നീര് തേൻ ചേർത്തൊക്കെ കഴിച്ചാൽ കഫക്കെട്ടൊക്കെയുള്ള സമയത്ത് പെട്ടെന്ന് ഈ മരുന്ന് ഔഷധ ഗുണം ചെയ്യും. നമ്മൾ തേനിൽ ചൂടാക്കരുത് കേട്ടോ. ഈ തുളസി നീര് വാട്ടി പിഴിഞ്ഞെടുത്താലും കുഴപ്പമില്ല, തേൻ ചൂടാക്കാൻ പാടില്ല. തേനിൽ ചൂടുവെള്ളമോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കഴിക്കുന്ന കണ്ടിട്ടുണ്ട്, അതൊക്കെ തെറ്റാണ്. തേൻ പച്ചയായിട്ട് ഉപയോഗിക്കേണ്ട സാധനമാണ്. അപ്പോൾ ഈ തുളസി നീരിൽ തേൻ ചേർത്ത് കഴിച്ചാൽ കഫക്കെട്ട് കുറയും, വേദനയ്ക്ക് കുറവ് കിട്ടും. എന്തെങ്കിലും ഒരു വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തുളസി നീര് തേച്ചാൽ തന്നെ അവിടെ ആശ്വാസം കിട്ടും. ഓക്കെ. മുറിവിൽ നമ്മൾ തുളസി നീരൊഴിക്കും. എന്തിനാണ്? പെട്ടെന്ന് പൊറുക്കാൻ, അതായത് അവിടെ അണുബാധയൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട്. ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്നുള്ളൊരു ഗുണമുണ്ട് ഇതിന്. അപ്പം അവിടെ അണുബാധകൾ, പുറത്തുനിന്നുള്ള മറ്റുള്ള അണുബാധ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ തുളസി നീര് മുറിവിനൊക്കെ പുരട്ടുന്നത്. പിന്നെ പഴയ കാലത്തുള്ള ചില അമ്മമാരൊക്കെ നിങ്ങളിൽ പലർക്കും ചെയ്യുന്നുണ്ടാവും, തുളസിയിലിട്ട് വെളിച്ചെണ്ണ കാച്ചിയിട്ട് തലയിൽ വെക്കാറുണ്ടെന്ന് പറയും. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കുമോ? ഇല്ല. ഈ സ്ഥിരമായിട്ട് ജലദോഷമൊക്കെ ഉള്ള കുട്ടികളിൽ, ഈ തലവേദന കഫക്കെട്ടൊക്കെ ഉള്ള കുട്ടികളിൽ അമ്മമാർ ചെയ്യണതാണ് തുളസിയില ഇട്ടിട്ട് വെളിച്ചെണ്ണ കാച്ചിയിട്ട് തലയിൽ വെക്കാൻ കൊടുക്കും. നല്ലൊരു ഔഷധമാണത്. അപ്പം നിങ്ങളിത് എവിടെ കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങളതിനെ സംരക്ഷിക്കണം. ഒരിക്കലും വലിച്ചു പറിച്ച് കളയല്ല വേണ്ടത് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്കും ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. എല്ലാത്തിനും നമ്മൾ മരുന്ന് കൊണ്ട് മാനേജ് ചെയ്താൽ നമ്മുടെ ശരീരവും ആരോഗ്യമില്ലാത്തതായിട്ട് മാറും. അത്യാവശ്യം മരുന്നല്ലാണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഈ തരത്തിലുള്ള ഔഷധങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഗോശ്രീ ന്യൂസുകൾ. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ന്യൂസുകൾ എപ്പോഴും യൂട്യൂബിൽ വരുന്നുണ്ട്. പുതിയ പ്രാദേശിക വാർത്തകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഇതിൽ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ പ്രമോട്ട് ചെയ്യുക.